ധ്യാന വിഷയം ശരീരമാകുന്ന വിത്ത്. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ ചിന്തിക്കുന്ന ചിന്താവിഷയമായിരിക്കുന്ന വാക്കിംഗ് വിത്ത് ജീസസ് ടു ദ ക്രോസ് എന്ന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൗ ക്ലോസ് ആർ വി ടു ദ ക്രോസ് ആൻഡ് വാട്ട് ബ്രോട്ട് us there? We see so many characters around the cross. എന്നാൽ ചില കഥാപാത്രങ്ങൾ കർത്താവിൻ്റെ ക്രൂശുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ചില കഥാപാത്രങ്ങൾ ക്രൂശിനെ നെഞ്ചിലോട് ചേർത്ത് പിടിച്ച് 6 പേര് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 പേര് ക്രൂശുമായി ബന്ധമില്ലാത്തവർ, 3 പേര് ക്രൂശിനെ ധ്യാനിച്ചവർ. ഒന്നാമത് നമ്മൾ കാണുന്നത് റോമൻ സോൾജേഴ്സ്, റോമൻ പടയാളികൾ. They were at the cross because they were doing their duty. അവരുടെ വരമേൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയുടെ ഭാഗമായി അവിടെ ആയിരിക്കുന്ന റോമൻ പടയാളികൾ. അവർക്ക് കുരിശുമായി യാതൊരു ബന്ധമില്ല. റോമ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു ഡ്യൂട്ടി നിറവേറ്റുവാനായിട്ട് അവരവിടെ ആയിരിക്കുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് 2 കള്ളന്മാരാണ്, 2 thieves. അവരവിടെ ആയിരിക്കുന്നത് നിയമം അവരെ അവിടെ കൊണ്ടുവന്നതാണ്. They were brought by the law. ചിലപ്പോഴെങ്കിലും നമ്മൾ ക്രൂശിനെ ധ്യാനിക്കുന്ന ക്രൂശിലേക്ക് വരുന്നത് ഒരു ആരാധന മനോഭാവത്തിനപ്പുറമായി ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വരാറുണ്ട്, ഒരു ലീഗലിസത്തിൻ്റെ ഭാഗമായിട്ട്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഒരു വലിയ ക്രൗഡാണ്. ആ ക്രൗഡിൽ മത നേതാക്കന്മാരുണ്ട്, യഹൂദന്മാരുണ്ട്. ഒരു ആരവത്തിൻ്റെ പിന്നാലെ ഒരു നമ്മൾ പറയുന്നത് പോലെ ഒരു മോബിൻ്റെ പിന്നാലെ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായി കുറേ പേര്, മതഭ്രാന്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചില ആളുകൾ. 3 കൂട്ടരെ കുറിച്ചാണ് നമ്മൾ വേഗത്തിൽ ഒന്ന് ചിന്തിച്ചത്. റോമൻ സോൾജേഴ്സ്, they were at the cross as a part of their duty. 2 thieves, they were brought by the law, by legalism or by the law. മൂന്നാമത് നമ്മൾ കാണുന്നത് the crowd because they were there because of their religiosity. എന്നാൽ മറുഭാഗത്ത് 3 പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് മഗ്ദലക്കാരത്തി മറിയം. പാപത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൽ പുതിയ അർത്ഥവും ജീവിതത്തിന് പുതിയ ധന്യതയും കൈവന്നതായ മഗ്ദലക്കാരത്തി മറിയം, മേരി മാഗ്ദലിൻ. രണ്ടാം നമ്മൾ കാണുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. ക്രൂശിൻ്റെ അടിവാരത്തിൽ നിന്ന് കർത്താവിൻ്റെ ഒരു വലിയ നിയോഗം, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന യോഹന്നാനെ കാണാം. 7 മൊഴികളിൽ ഒരു മൊഴിയാണല്ലോ. തൻ്റെ പ്രിയ മാതാവിനെയും പ്രിയ അപ്പോസ്തലനെയും ശിഷ്യനെയും ചേർത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. കർത്താവിൻ്റെ ഈ വലിയ നിയോഗത്തെ ഭൂമിയിൽ താൻ ഉത്തരവാദിത്തോടുകൂടെ മകനെന്നുള്ള വിധത്തിൽ താൻ സംരക്ഷിച്ച പ്രിയ മാതാവിനെ ആ വലിയ ദൗത്യം യോഹന്നാനെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നത് പ്രിയ മാതാവിനെ തന്നെയാണ്, മേരി ദ മദർ ഓഫ് ജീസസ്. കർത്താവിൻ്റെ വലിയ നിയോഗം ഒരു കന്യകയായിരിക്കുമ്പോൾ മറിയയ്ക്ക് ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് ശിശുവായ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രവാചകനായ ശിമയോൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാള് കിടക്കും. ഇവിടെ ഇതാ കാൽവറി ക്രൂശിൻ്റെ അടിവാരത്തിൽ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. അതിഭീകരമായ അതിക്രൂരമായ ഒരു മരണത്തിലേക്ക് തൻ്റെ ആദിജാതൻ പ്രവേശിക്കുന്ന കാഴ്ച അത് ഹൃദയഭേദകമാണ്. ഹൃദയത്തിലൂടെ വാള് കിടക്കുകയാണ്. പക്ഷേ ആ നിമിഷവും പ്രിയ മാതാവ് ആ മകൻ്റെ അതിദാരുണമായ അന്തം കണ്ടുകൊണ്ട് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം മറിയയ്ക്ക് നല്ല നിശ്ചയമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തീകരിക്കപ്പെടുന്നത് ഈ ക്രൂശിൻ്റെ അടിവാരത്തിലാണ്. എൻ്റെ മേലുള്ള വലിയ നിയോഗം അത് നിറവേറ്റപ്പെടുന്നത് ഈ ക്രൂശിൻ്റെ അടിവാരത്തിലാണ്.
അതുകൊണ്ട് മറിയയെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് അവളുടെ ജീവിതത്തിന് അർത്ഥം പകരുന്ന, നിയോഗത്തെ പൂർത്തീകരിക്കുന്ന, ജീവിതത്തിന് ധന്യത പകരുന്ന ഒരു അനുഭവമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ എവിടെ ആയിരിക്കുന്നു? ക്രൂശിൻ്റെ അരികെ നിൽക്കുന്നു എന്ന് തോന്നുന്നുവോ? അരികെ നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ എന്താണ് നമ്മളെവിടെ കൊണ്ടെത്തിച്ചതായ കാരണം? ഹൗ ക്ലോസ് ആർ വി ടു ദ ക്രോസ് ആൻഡ് വാട്ട് ബ്രോട്ട് us there? റോമൻ പടയാളികളെ പോലെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണോ? അല്ല കള്ളന്മാരെ നിയമം കൊണ്ടുവന്നതുപോലെ ലീഗലിസത്തിന്റെ ഭാഗമായിട്ടാണോ? അല്ല ക്രൗഡിനെ പോലെ ഒരു റിലീജിയോസിറ്റിയുടെ, ഒരു മതഭക്തിയുടെ ഭാഗമായിട്ടാണോ? അല്ല, മറിച്ച് മഗ്ദലക്കാരത്തി മറിയയെ പോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപങ്ങളെ മോചിച്ചു തന്ന ഈ ക്രൂശിലെ രക്ഷകനെ നന്ദി പറയുവാൻ കടന്നു വരുന്ന ഒരു അനുഭവമാണോ? അല്ല, യോഹന്നാനെ പോലെ ക്രൂശിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നിയോഗത്തെ ഏറ്റെടുക്കുന്ന ആ ഒരു അനുഭവത്തിലാണ്. അല്ല, യേശുവിൻ്റെ അമ്മയായ മറിയയെ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തീകരിക്കപ്പെടുന്ന, ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്ന, നിയോഗം പൂർത്തീകരിക്കപ്പെടുന്ന ധന്യമായൊരു അനുഭവത്തിലേക്കാണോ ഞാനും നിങ്ങൾ ക്രൂശിലേക്ക് അടുത്തു വരുന്നത്? ചിന്തിക്കാം, ധ്യാനിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.